നാഗമണിക്ക് എപ്പിസോഡ് 72ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശേഷം റൂമിൽ വരുന്ന ശങ്കറിനോട് പാറുവിന് തോന്നിയ ഡൗട്ട്സ് എല്ലാം പറയുകയാണ്. അതെല്ലാം കേൾക്കുമ്പോൾ ശങ്കറിന് ഡൗട്ട് തോന്നുകയാണ്. അടുത്ത സീനിൽ ദുൽജന്ത് ബബ്ലിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ദുൽജന്ത് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത് കണ്ട് അത്ഭുതത്തോടെ നിൽക്കുകയാണ് സൗദാമിനിയും മുത്തശ്ശിയും സീമയും. ദുൽജന്ത് മൈലാഞ്ചി ഇടുന്നത് കൊണ്ട് എല്ലാവരും ദുൽജന്തിനോട് മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ പറയുകയാണ്. ദുൽജന്ത് എല്ലാവർക്കും മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത് കണ്ട് ഡൗട്ടോടെ നിൽക്കുകയാണ് പാറു. ഈ സമയം ആരും കാണാതെ പാലസിന്റെ അകത്ത് കയറുകയാണ് മോഹിനിയുടെ മുന്നിൽ വരുന്ന ദുൽജന്തിനോട് മോഹിനി പാറു മൈലാഞ്ചി ഇട്ടില്ല, പാറുവും കൂടി മൈലാഞ്ചി ഇട്ടാൽ മാത്രമേ എനിക്ക് മൈലാഞ്ചി ഇടാൻ കഴിയുകയുള്ളൂ എന്ന് പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന ദുൽജന്ത് പാറുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. പാറുവിനെ കാണുന്ന ദുൽജന്ത് പാറുവിനോട് ഇനി പാറുവിന് മാത്രമേ ഈ പാലസിൽ മൈലാഞ്ചി ഇടാനുള്ളൂ, മൈലാഞ്ചി ഇട്ട് തരട്ടെ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന പാറു മൈലാഞ്ചി ഇടാൻ വേണ്ടി ദുൽജന്തിന്റെ മുന്നിൽ കൈ നീട്ടി കൊടുക്കുകയാണ്. വലത് കൈയിൽ ഒരു ഗ്ലാസ് പീസ് വച്ചിരിക്കുകയാണ് പാറു. ദുൽജന്ത് പാറുവിന്റെ കയ്യിൽ മൈലാഞ്ചി ഇടാൻ പോകുന്ന സമയം പാറു കയ്യിലിരിക്കുന്ന ഗ്ലാസ് പീസ് കൊണ്ട് വിരൽ മുറിക്കുകയും മുറിഞ്ഞ വിരൽ ദുൽജന്തിനെ മുന്നിൽ കാണിക്കുകയും ചെയ്യുകയാണ്. ഈ കാര്യം മോഹിനി അറിയുന്നു. പാറുവിന്റെ കയ്യിലെ വിരലിൽ നിന്ന് ബ്ലഡ് വരുന്നത് കണ്ട് ദുൽജന്തിന് മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അത് പാറു ശ്രദ്ധിക്കുന്നു. പാറു ദുൽജന്തിനോട് എന്താണ് പ്രശ്നം, നിങ്ങൾ നന്നായി വിയർക്കുന്നുണ്ട്, കണ്ണിന്റെ നിറം മാറുന്നു എന്നൊക്കെ പറയുന്ന സമയം പാറുവിന്റെ പുറകിലായി മോഹിനി രക്ഷസിന്റെ വിവാഹത്തിന്റെ ബുക്ക് കയ്യിൽ വെച്ച് നിൽക്കുകയാണ്. ആ ബുക്ക് കാണുന്ന ദുൽജന്ത് നോർമൽ ആകുന്നു. പാറു അത് ശ്രദ്ധിക്കുകയാണ്. ദുൽജന്ത് പാറുവിനോട് മൈലാഞ്ചി ഇട്ട് തരാമെന്ന് സാധാരണ രീതിയിൽ സംസാരിക്കുന്നത് കണ്ട് അത്ഭുതത്തോടെ നിൽക്കുകയാണ് പാറു. ദുൽജന്തിന്റെ സ്വഭാവത്തിലെ പെട്ടെന്നുള്ള മാറ്റം പാറുവിന്റെ മനസ്സിൽ കൂടുതൽ ഡൗട്ടുകൾ തോന്നിക്കുകയാണ്. ശേഷം ദുൽജന്ത് പാറുവിന്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ട് പോവുകയാണ്. കുറച്ചു കഴിയുമ്പോൾ റൂമിൽ വരുന്ന ശങ്കർ പാറുവിന്റെ കയ്യിലെ വിരൽ മുറിഞ്ഞിരിക്കുന്നത് കാണുന്നു. ശങ്കർ പാറുവിനോട് കാര്യം ചോദിക്കുമ്പോൾ പാറു ശങ്കറിനോട് നടന്ന എല്ലാ കാര്യങ്ങളും പറയുകയാണ്. എന്നിട്ട് പാറു ശങ്കറിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും ദുൽജന്തിന്റെ റൂമിലേക്ക് പോവുകയാണ്. ഈ സമയം മോഹിനിയുടെ മുന്നിൽ വരുന്ന ദുൽജന്ത് രാക്ഷസന്റെ രൂപത്തിലായി മോഹിനിയുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. മൈലാഞ്ചി കയ്യിൽ ഇട്ടിരിക്കുന്നത് കണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് മോഹിനി. അപ്പോൾ മോഹിനിയുടെ മൈലാഞ്ചി ഇട്ട കയ്യിൽ നിന്ന് ഒരു ശക്തി വരുന്നു. ഇത് കണ്ട് സന്തോഷം തോന്നുന്ന മോഹിനി രാക്ഷസനായ ദുൽജന്തിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇതെല്ലാം ആ സമയം അവിടെ വരുന്ന ശങ്കറും പാറുവും വിൻഡോയിലൂടെ കാണുകയാണ്. ശങ്കറും പാറുവും വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. അതെല്ലാം കണ്ട് ദേഷ്യം വരുന്ന ശങ്കർ റൂമിന്റെ അകത്തേക്ക് കയറി പോകാൻ നോക്കുന്നത് കാണുന്ന പാറു ശങ്കറിനെ അവിടെ നിന്നും വിളിച്ചുകൊണ്ട് പോകുന്നു. ശേഷം മോഹിനിയും ബുക്കുമായി അവിടെ നിന്നും പോവുകയാണ്. അടുത്ത സീനിൽ റൂമിൽ വരുന്ന ശങ്കറിനെ പാറു ഓരോന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ദുൽജന്തിന്റെ ശരീരം മോഹിനിയുടെ കൺട്രോളിലാണ്. ദേഷ്യം കൊണ്ട് നമ്മൾ എന്ത് തീരുമാനം എടുത്താലും ആ തീരുമാനം ശരിയാവണമെന്നില്ല, സമാധാനത്തോടെ നമുക്ക് ആലോചിച്ച് തീരുമാനമെടുക്കാമെന്ന് പറയുകയാണ് പാറു. ആ സമയം പാറുവിന് തല കറങ്ങുന്നത് പോലെ തോന്നുകയാണ്. ശങ്കർ പാറുവിന് കുടിക്കാൻ വെള്ളം എടുത്തു കൊടുക്കുന്നു. വെള്ളം കുടിക്കുന്ന പാറു ശങ്കറിനോട് മോഹിനിയെ ഞാൻ ഫോളോ ചെയ്യാമെന്നും ദുൽജന്തിനെ ശങ്കർ നോക്കണമെന്നും പറയുകയാണ്. അടുത്ത സീനിൽ മോഹിനിയുടെ പുറകെ പോവുകയാണ് പാറു. ഈ സമയം പാലസിൽ ദുൽജന്തിന്റെ അടുത്ത് പോയി ബബ്ലി ചേർന്നിരിക്കുന്നത് കാണുന്ന ശങ്കറിന് നേരത്തെ രാക്ഷസ രൂപത്തിൽ കണ്ട ദുൽജന്തിനെ ഓർമ്മ വരുന്നു. അതെല്ലാം ഓർമ്മ വരുന്ന ശങ്കർ ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. മറുവശത്ത് മോഹിനിയുടെ പുറകെ പോകുന്ന പാറു മോഹിനി ഒരു ബുക്ക് വായിക്കുന്നത് കാണുകയാണ്. അതുമല്ല ദുൽജന്ത് കിടന്നിരുന്ന ശവപ്പെട്ടിയും അവിടെ ഉണ്ടായിരുന്നു. അതും പാറു കാണുന്നു. മോഹിനി ബുക്ക് വായിച്ച് വിവാഹത്തിനെ കുറിച്ച് പറയുന്നതും പാറു ശ്രദ്ധിക്കുകയാണ്. ബുക്കിൽ വിവാഹത്തിന് മുമ്പ് എൻഗേജ്മെന്റ് നടത്തണമെന്ന് എഴുതിയിരിക്കുന്നത് വായിക്കുന്ന മോഹിനി മാന്ത്രിക ശക്തിയിലൂടെ ദുൽജന്തിനോട് സംസാരിക്കുകയാണ്. ആ കുടുംബത്തിലുള്ള പാരമ്പര്യ മോതിരം ഇട്ട് വേണം എൻഗേജ്മെന്റ് നടത്താനെന്ന് പറയുകയാണ് മോഹിനി. ഇതെല്ലാം പാറു കാണുന്നു. എൻഗേജ്മെന്റിന് റെഡിയാകണമെന്ന് പറഞ്ഞ് മോഹിനി അവിടെ നിന്ന് പോകുമ്പോൾ പുറകെ രംഭയും പോവുകയാണ്. ആ സമയം ബുക്കിന്റെ അടുത്ത് പോകുന്ന പാറു ബുക്കിലെ പേജെല്ലാം മറിച്ച് വായിച്ചു നോക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ അവിടേക്ക് തിരിച്ചു വരുന്ന രംഭ പാറുവിന്റെ കയ്യിൽ നിന്ന് ബുക്ക് പിടിച്ചു വാങ്ങുന്നു. എന്നിട്ട് രംഭ മോഹിനിയെ വിളിക്കാൻ തുടങ്ങുന്നത് കാണുന്ന പാറു രംഭയുടെ വാ പൊത്തി പിടിക്കുകയാണ്. അവിടെ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ ദുൽജന്ത് എൻഗേജ്മെന്റിന് വേണ്ടി അവരുടെ പാരമ്പര്യ മോതിരം എടുക്കുകയാണ്. ലോക്കറിൽ നിന്ന് മോതിരം എടുക്കുന്ന ദുൽജന്ത് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ശങ്കർ അവിടെ വരുന്നു. ശങ്കർ എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് നല്ലൊരു ദിവസമാണ്, അതുകൊണ്ട് ഈ മോതിരം പൂജയ്ക്ക് വെക്കാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞ് ദുൽജന്ത് അവിടെ നിന്നും പോവുകയാണ്. ശേഷം എല്ലാവരും പൂജ ചെയ്യുന്ന സ്ഥലത്ത് വരികയാണ്. ദുൽജന്ത് പറഞ്ഞതുപോലെ എല്ലാവരും കേൾക്കുകയാണ്. ശങ്കർ ഡൗട്ടോടെ നിൽക്കുകയാണ്. ദുൽജന്താണ് പൂജ ചെയ്യുന്നത്. ദുൽജന്ത് പൂജ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ മുഴുവൻ പുകയാവുകയാണ്. പുക കാരണം എല്ലാവരും മയങ്ങി വീഴുകയാണ്. എല്ലാവരുടെയും ബോധം പോയി എന്ന് മനസ്സിലാക്കുന്ന ദുൽജന്ത് ഡോർ തുറന്നു കൊടുത്ത് മോഹിനിയെ അകത്തേക്ക് വിളിക്കുകയാണ്. അകത്തേക്ക് വരുന്ന മോഹിനി എല്ലാവരും ബോധമില്ലാതെ കിടക്കുന്നത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ്. ആ സമയം ദുൽജന്ത് മോഹിനിക്ക് മോതിരം ഇട്ട് കൊടുക്കുകയാണ്. ആ സമയം ശങ്കറും ഫാമിലിയും എഴുന്നേറ്റ് വരികയാണ്. അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ദുൽജന്തും മോഹിനിയും. എങ്ങനെയാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അവർ രണ്ടുപേരും. ശങ്കർ മോഹിനിയോട് മോഹിനിയുടെ പ്ലാൻ നേരത്തെ മനസ്സിലായത് കൊണ്ട് ഫാമിലിയെ മുഴുവൻ പുക ശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ
സന്നിധിയിൽ ഇരുത്തിയിരിക്കുകയായിരുന്നു. രാക്ഷസനുമായുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് മോഹിനി വിരലിൽ കിടക്കുന്ന മോതിരം ശങ്കറിനെ കാണിക്കുമ്പോൾ ആ മോതിരം വിരലിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. അത് കാണുന്ന മോഹിനി ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ പാറു വരുന്നു. ശങ്കറും ഫാമിലിയും പാറുവും അറിഞ്ഞുകൊണ്ടാണ് പൂജയ്ക്ക് വേണ്ടി ഇരുന്നത്. മോഹിനിയെയും രാക്ഷസനെയും കുരുക്കാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്തതാണ് ഇതെല്ലാം. യഥാർത്ഥ മോതിരം ശങ്കറിന്റെ കയ്യിലാണ് ഉള്ളത്. തുടർന്ന് ശങ്കറും പാറുവും പകുതി നാഗമായി മാറുന്നു. അത് കാണുന്ന ദുൽജന്ത് രാക്ഷസനായി മാറുന്നു. ദുൽജന്തിനെ ആ രൂപത്തിൽ കണ്ട് എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ പാറു മോഹിനിയെ വാലുകൊണ്ട് ചുറ്റുകയും ശങ്കർ ദുൽജന്തിനെ വാലുകൊണ്ട് ചുറ്റുകയും ചെയ്യുകയാണ്. അവരെ രണ്ടുപേരെയും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന സമയം അതെല്ലാം കണ്ടുകൊണ്ട് അവിടെ രംഭ വരുന്നു. കുറച്ചു കഴിയുമ്പോൾ പാറുവിന് തലകറക്കം വരികയും പാറു വീഴാൻ പോകുന്നത് കാണുന്ന ശങ്കർ പാറുവിന്റെ അടുത്തേക്ക് ഓടിപ്പോകുന്ന സമയം ശങ്കറിന്റെ കയ്യിൽ നിന്ന് മോതിരം തറയിൽ വീഴുന്നു. ശങ്കർ പാറുവിന്റെ അടുത്ത് പോകുന്നു. ഈ സമയം എല്ലാവരുടെ ശ്രദ്ധയും പാറുവിന്റെ അടുത്താവുന്നത് മനസ്സിലാക്കുന്ന രംഭ തറയിൽ കിടക്കുന്ന മോതിരം എടുത്ത് രാക്ഷസന്റെ കയ്യിൽ കൊടുത്തിട്ട് മോഹിനിയുടെ വിരലിൽ ഇട്ട് കൊടുക്കാൻ പറയുകയാണ്. തുടർന്ന് രംഭ പറഞ്ഞതുപോലെ ദുൽജന്ത് മോഹിനിക്ക് മോതിരം ഇട്ട് കൊടുക്കുകയാണ്. മോഹിനി ജയിച്ചു എന്നുള്ള ഒരു അഹങ്കാരത്തോടു കൂടി ശങ്കറിനെയും പാറുവിനെയും വിരലിൽ കിടക്കുന്ന മോതിരം കാണിച്ചു കൊടുത്തിട്ട് അവർ രണ്ടുപേരും അപ്രത്യക്ഷമായി പോകുന്നു. ശേഷം പാറുവിനെ എടുത്തുകൊണ്ട് ശങ്കർ റൂമിലേക്ക് പോവുകയാണ്. അടുത്ത സീനിൽ പാറുവിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഡോക്ടർ വരികയാണ്. പാറു ഒരു അമ്മയാകാൻ പോവുകയാണെന്ന് പറയുകയാണ് ഡോക്ടർ. ആ കാര്യം കേട്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. ശങ്കറും പാറുവും സന്തോഷത്തോടെ ഇരിക്കുന്നു. ഇതെല്ലാം രംഭ അറിയുകയാണ്. ഇനി ശങ്കറിനും പാറുവിനും ശക്തികൾ ഇരട്ടിയാകുമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്ന രംഭ ഈ കാര്യം മോഹിനിയെ അറിയിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അറിയുന്ന മോഹിനി സന്തോഷിക്കുകയാണ്. കാരണം പാറുവിന് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേര് പറഞ്ഞ് ശങ്കറിനെ ഭീഷണിപ്പെടുത്താം. അതാണ് മോഹിനിയുടെ പ്ലാൻ. മറുവശത്ത് മുത്തശ്ശി ദുൽജന്തിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് നിൽക്കുകയാണ്. അത് കാണുന്ന ശങ്കർ ദുൽജന്തിന്റെ ആത്മാവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ്. മോഹിനിയുടെ സ്ഥലത്ത് പോകുന്ന ശങ്കർ ദുൽജന്തിന്റെ ശരീരത്തിലുള്ള രാക്ഷസനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അത് കണ്ട് അവിടെ വരുന്ന മോഹിനി ശങ്കറിനോട് നീ ഇവിടെ നിന്ന് രാക്ഷസനെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയം അവിടെ പാറുവിന്റെ വയറിലുള്ള കുഞ്ഞിനെ ആര് രക്ഷിക്കുമെന്ന് ചോദിച്ചിട്ട് മോഹിനി മാന്ത്രിക ശക്തിയിലൂടെ അവിടെ നടക്കുന്നത് കാണിച്ചു കൊടുക്കുകയാണ്. സൗദാമിനിയും ബബ്ലിയും കൂടി മാർക്കറ്റിൽ നിന്ന് പാറുവിന് കുടിക്കാനുള്ള പാലും ഫ്രൂട്ട്സും വാങ്ങിക്കൊണ്ട് വരുന്ന വഴി രംഭ പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്യുകയാണ്. ഇതിനിടയിൽ സൗദാമിനിയും ബബ്ലിയും അറിയാതെ പാലിൽ വിഷം ചേർക്കുകയാണ് രംഭ. ഇതെല്ലാം കാണുന്ന ശങ്കർ പാറുവിനെ രക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഓടി പോവുകയാണ്. ഓടി പാലസിലെത്തുന്ന ശങ്കർ പാറു പാല് കുടിക്കുന്നതിന് മുമ്പ് തന്നെ പാറുവിനെ ശങ്കർ തടയുകയാണ്. ശങ്കർ പാറുവിന്റെ കയ്യിലിരിക്കുന്ന ഗ്ലാസ് പിടിച്ചു വാങ്ങി ദൂരെ എറിയുകയാണ്. എന്നിട്ട് ശങ്കർ അവരോട് നടന്ന എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അത് കേട്ട് പേടിച്ചു നിൽക്കുകയാണ് എല്ലാവരും. അപ്പോൾ മുത്തശ്ശി പാറു നേരത്തെ ഒരു ഗ്ലാസ് പാല് കുടിച്ചു എന്ന് പറയുകയാണ്. ആ സമയം പാറു മയങ്ങി വീഴുകയാണ്. പാറു ബോധമില്ലാതെ കിടക്കുന്നത് കാണുന്ന എല്ലാവരും പാറുവിനെ വിളിക്കുകയാണ്. മുത്തശ്ശി ശങ്കറിനോട് പാറു ഉറങ്ങാൻ പാടില്ല, പാറു ഉറങ്ങിയാൽ വിഷം പെട്ടെന്ന് ശരീരത്തിൽ മുഴുവനാകുമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന എല്ലാവരും പാറുവിനോട് കണ്ണു തുറക്കാൻ പറയുകയാണ്. കണ്ണു തുറക്കുന്ന പാറു ശങ്കറിനോട് ശങ്കർ നമ്മുടെ കുഞ്ഞ് എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. പാറുവിന്റെ വായിൽ നിന്ന് ബ്ലഡ് വരുന്നത് കണ്ട് പേടിച്ചിരിക്കുകയാണ് ശങ്കർ. പാറുവിന്റെ രണ്ട് കാലിന്റെയും നിറം മാറി വരികയാണ്. കാലിൽ നിന്നും വിഷം മുകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി മുത്തശ്ശി പാറുവിന്റെ കാലിൽ തുണി കൊണ്ട് കെട്ടിവെക്കുകയാണ്. പാറുവിനെ രക്ഷിക്കാൻ കഴിയുമോ, മോഹിനിയുടെ പ്ലാൻ എന്തായിരിക്കും എന്നൊക്കെ അറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്